മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിയമ ഭേദഗതിക്കെതിരെ പാർലമെന്റ് കവാടത്തിൽ ഇടത് എംപിമാരുടെ പ്രതിഷേധം. മഹാത്മാഗാന്ധിയുടെ പേര് നീക്കുന്നതിലും പ്രതിഷേധം ശക്തമാണ്. ഗാന്ധിയെ കൊല്ലരുത് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം. Don't kill Gandhiji! Don't kill Gandhiji! Don't kill Gandhiji! Don't kill Manrega! Don't kill Manrega! Don't kill Manrega! ടി ധനസുമതി വിവരങ്ങളുമായി ചേരുന്നു. സുമതി, ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നത് മാത്രമാണോ പ്രതിഷേധാർത്ഥം? അതിന്റെ ഘടന മാറ്റുന്നതും സംസ്ഥാന വിരുദ്ധമാവുന്നതും പ്രതിഷേധത്തിലില്ലേ? ചോദിച്ചതുപോലെ തന്നെ കേവലം പേര് മാറ്റുക മാത്രമല്ല, പേര് മാറ്റുന്നത് വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് ഇപ്പോൾ CPM ഉന്നയിക്കുന്നത്. കാര്യം മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കാനുള്ള ഒരു കുടിലശ്രമമാണ് ഈ പുതിയ ഭേദഗതി ബില്ലിലൂടെ അവതരിപ്പിക്കുന്നത്. ഇതുകൂടാതെ പലതരത്തിലുള്ള സംസ്ഥാന വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഫെഡറൽ സിസ്റ്റത്തെ അട്ടിമറിക്കുന്ന ഒരു സമീപനമാണ് ഈ ബില്ലിലൂടെ ഉണ്ടാകുന്നത്. ഇത് മാത്രമല്ല, തൊഴിലെടുക്കാനുള്ള അവകാശത്തെ പോലും ഹരിക്കുകയാണ് എന്നുള്ളതാണ് ഇടതുപക്ഷം പ്രധാനമായി പറയുന്നത്. ഒരു വർഷം 100 തൊഴിൽ ദിനങ്ങൾ എന്നത് 125 ആക്കി എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഇതുകൂടാതെ മറ്റു പല പോസിറ്റീവ് കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ സംസ്ഥാനങ്ങൾ 10% വീതം വഹിച്ചിരുന്നത് ഇപ്പോൾ 40% ഉയർത്തുകയാണ് ഈ പുതിയ ബില്ലിലൂടെ ചെയ്തിരിക്കുന്നത്. ഇത് ഗ്രാമസഭകൾ വഴി തൊഴിലുറപ്പ് വിഭാവനം ചെയ്യുന്ന രീതി തന്നെ ഇല്ലാതാകും എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മാത്രമല്ല, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലും മാത്രമാണ് കേന്ദ്രം നൽകി വരുന്ന 90% എന്ന തുക നിലനിൽക്കുന്നത്. ബാക്കി സംസ്ഥാനങ്ങൾക്ക്, എല്ലാ സംസ്ഥാനങ്ങൾക്കും, അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള അമിത ഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ വേതന ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു പദ്ധതി, ഒരു ബില്ല് ഒരു കാരണവശാലും അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇടത് എംപിമാർ പാർലമെന്റിന് മുന്നിൽ അല്പസമയം മുമ്പ് പ്രതിഷേധിച്ചത്. സജു തോമസ് കൂടി ചേരുന്നു പാർലമെന്റിന് മുമ്പിൽ നിന്ന്. സജു, ഈ പ്രതിഷേധം എങ്ങനെ പുരോഗമിക്കുന്നു? അജംസ്, വലിയ പ്രതിഷേധമാണ് ഇടത് എംപിമാരുടെ ഭാഗത്തുനിന്നും പാർലമെന്റിന് മുൻപിൽ ഇപ്പോൾ നടന്നത്. പ്രത്യേകിച്ച് അതായത് ഈ നിയമത്തിലെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ ഉയർത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇടത് എംപിമാർ പാർലമെന്റിന് മുമ്പിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിച്ചെത്തി ഇപ്പോൾ പ്രതിഷേധം വിളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് 2005-ൽ UPA സർക്കാർ നടപ്പിലാക്കി രാജ്യത്താകമാനമായി സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് അതിന്റെ പേരടക്കം മാറ്റം വരുത്തി. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി VBG റാംജി എന്നുള്ള പേരിലേക്ക് മാറ്റിക്കൊണ്ട് അത് തീർച്ചയായിട്ടും സംഘടിതമായിട്ട് RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണിപ്പോൾ BJP സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നെന്നുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ ഇടത് എംപിമാരടക്കം ഉയർത്തിയിരിക്കുന്നത്. നേരത്തെ ഈ വിഷയത്തിൽ പ്രതികരിച്ച NK പ്രേമചന്ദ്രൻ MP അടക്കം വലിയ വിമർശനങ്ങളെ ഉയർത്തി. പ്രത്യേകിച്ച് സംസ്ഥാനങ്ങൾ മേൽ കൂടുതൽ ആയിട്ട് നികുതി ഭാരം നൽകുകയാണെങ്കിൽ ഇത് സംസ്ഥാനങ്ങൾക്ക് നൽകാനാകാതെ വരികയും പ്രത്യേകിച്ച് ഈ പദ്ധതിയെ തന്നെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് ഭേദഗതി ബിൽ, ആ ബില്ലിനെതിരെയാണ് പ്രതിഷേധം. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നത് മാത്രമല്ല, ആ ബില്ലിന്റെ ഘടനാപരമായ മാറ്റം സംസ്ഥാനങ്ങൾക്ക് എത്രമാത്രം വിരുദ്ധമാണ്, സംസ്ഥാന താല്പര്യങ്ങൾക്ക് എതിരാണ് എന്നുള്ളതും പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ഒരു കാരണമാണ്.